ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവത്തിന് തെറ്റുപറ്റിയോ? അതൊരു ഗൗരവമുള്ള ചോദ്യമാണ്. എന്താ കാരണമെന്നറിയാമോ? ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് വളരെ ഭീതിയുടെ ഒരു കാലഘട്ടത്തിലാണ്. യുദ്ധങ്ങളെ പറ്റിയോ ക്ഷാമത്തെ പറ്റിയോ അല്ല ഞാനീ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനമെന്ന് പറയുന്നത് വലിയൊരു ഭീകരഭൂതമായി ലോകത്തെ വിഴുങ്ങുവാൻ തക്ക വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹിമാലയം പോലെ മഞ്ഞ് മൂടിയൊരു പർവ്വതമായിരുന്നു ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമായ കിളിമഞ്ചാരോ. 10 വർഷങ്ങൾക്കപ്പുറം ഒരു കൊല്ലം ആ കിളിമഞ്ചാരോയിലെ പർവ്വതത്തിലെ മഞ്ഞുരുകി മണ്ണ് കണ്ടു. നോക്ക്, അത്ര വലിയൊരു പർവ്വതത്തിലെ മഞ്ഞുരുകി മണ്ണ് കണ്ടു എന്ന് പറഞ്ഞാൽ എത്രമാത്രം കാലാവസ്ഥ എത്ര കാലമായി മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം. ലോകത്തിലുള്ള ഈ തീരദേശ നഗരങ്ങളൊക്കെ, മുംബൈയും ന്യൂയോർക്കും പോലുള്ള നഗരങ്ങളൊക്കെ, ചെന്നൈ പോലുള്ള നഗരങ്ങളൊക്കെ ഭീതിയിലാണ്. കാരണം ഈ മഞ്ഞുരുകുമ്പോൾ അത് ഹിമാലയ പർവ്വതത്തിലെ മഞ്ഞാകാം, ആൻഡീസ് പർവ്വതത്തിലെ മഞ്ഞാകാം, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞാകാം, ഇതെല്ലാം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉരുകിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും. ആ താഴ്ന്ന പ്രദേശങ്ങൾ, നഗരങ്ങളൊക്കെ മുങ്ങിപ്പോകും. പസഫിക്കിലെ പല ദ്വീപുകളും മുങ്ങിപ്പോകും. ഈ ധ്രുവപ്രദേശങ്ങളിൽ അടിയിൽ മീറ്റർ കണക്കിന് അടിയിൽ കിടക്കുന്ന വിഷവാതകങ്ങളോ പുരാതന എന്താ പറയുക ഈ സൂക്ഷ്മജീവികളോ പുറത്തു വന്നു എന്ന് വരാം. ജലത്തിൻ്റെ ഘടന മാറി ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായി എന്ന് വരാൻ. കാര്യം ഐസിലുള്ളത് ശുദ്ധജലമാണ്, സമുദ്രത്തിലുള്ളത് ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളത്തിലേക്ക് ക്രമത്തിലധികം ശുദ്ധജലം വരുമ്പോൾ അതിൻ്റെ ഘടന മാറും, ജീവികൾക്ക് ജീവിക്കാൻ പറ്റാതെ വരും. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു, തിമിംഗലങ്ങളുടെ ജീവിതചര്യ മാറി, അതുങ്ങൾ ശബ്ദമുണ്ടാക്കുന്നത് കുറഞ്ഞു. എന്ന് വെച്ചാൽ തിമിംഗലങ്ങൾ പട്ടിണിയിലേക്കാണ്. കാരണം സമുദ്രനിരപ്പിലെ ജീവജാലങ്ങളുടെ സൂക്ഷ്മജീവികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. ഇവിടെ എന്താണ് ദൈവത്തിന് തെറ്റുപറ്റിയോ എന്ന് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഞാൻ ഈ വായിച്ച വേദഭാഗം എന്താ പറഞ്ഞത്? മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു, അടക്കീഴടക്കുവീൻ, അടക്കി വാഴുവീൻ. കീഴടക്കുവീൻ, അടക്കി വാഴുവീൻ. സബ്ഡ്യൂ ആൻഡ് ഹാവ് ഡൊമീനിയൻ. ഈ 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് ലാറ്റിൻ ഭാഷയിൽ ഡൊമിനൂസ് എന്നൊരു വാക്കുണ്ട്. ലോഡ്ഷിപ്പ്, ലോഡ്, കർത്താവ്, കർത്തൃത്വമുള്ളവൻ. ആ വാക്കിൽ നിന്നാണ് ഡൊമീനിയൻ വരുന്നത്. ഹാവ് ഡൊമീനിയൻ എന്താണ്? സബ്ഡ്യൂറ്റ്, കീഴടക്കുക, ഭൂമിയെ കീഴടക്കുക. കുറേ നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചെയ്തു വരുന്നത് ഈ കീഴടക്കലും ദൈവത്തിൻ്റെ ഈ സൃഷ്ടിക്ക് മീതെ ആധിപത്യം നടത്തലും, ഡൊമീനിയൻ, ആധിപത്യം, കർത്തൃത്വം നടത്തലുമാണ്. ഉണ്ടായിരുന്ന വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു. വളരെയധികം ജീവജാലങ്ങൾ നാമാവശേഷമായി. അന്തരീക്ഷം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. വിഷവാതകം മൂലം പല ജീവജാലങ്ങളും നശിച്ചു. എന്താ കാരണം? അതെന്ന് ശാസ്ത്രം പറയുന്നു, മനുഷ്യൻ ഭൂമിയിൽ ആധിപത്യം നടത്തുന്നു. പക്ഷേ ദൈവമക്കളൊരു ചോദ്യം ചോദിക്കും, ദൈവം പറഞ്ഞതല്ലേ ആധിപത്യം? ദൈവം പറഞ്ഞതല്ലേ കർത്തൃത്വം അല്ലെങ്കിൽ ലോഡ്ഷിപ്പ്? എന്നിട്ട് അത് എന്തുകൊണ്ട്, ദൈവം പറഞ്ഞതനുസരിച്ചത് എന്തുകൊണ്ട് ഭൂമിയുടെ നാശത്തിന് വഴിവെച്ചു? ദൈവം പറഞ്ഞതല്ലേ തെറ്റ്? ദൈവത്തിന് തെറ്റുപറ്റിയോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ദൈവം പറഞ്ഞത് കർത്തൃത്വം നടത്താനാണ്. ഈ കർത്തൃത്വം എന്താണെന്ന് എവിടെ നോക്കിയാണ് പഠിക്കേണ്ടത്? ദൈവം പറഞ്ഞത് എന്താണെന്ന് ദൈവത്തെ നോക്കി തന്നെ പഠിക്കണം. ചിന്തിച്ച് നോക്കുക. എവിടെയാണ് കർത്തൃത്വം? കർത്താവിൻ്റെ കർത്തൃത്വം എങ്ങനെയാണ്? രാജാക്കന്മാരെ പോലെ കൽപ്പിച്ചിട്ടല്ല യേശു ക്രിസ്തു കർത്താവായത്. ചക്രവർത്തിമാരെ പോലെ ശിക്ഷ വിധിച്ച് ആരെയും ഉന്മൂലനാശനം വരുത്തിയിട്ടല്ല യേശു തമ്പുരാൻ കർത്താവായത്. യേശു തമ്പുരാൻ കർത്താവായത് തൻ്റെ ശുശ്രൂഷയിലൂടെയാണ്. ഫിലിപ്പിയ ലേഖനം 2:5 പറയുന്നുണ്ടല്ലോ, അവൻ കുരിശിലെ ദാസവേഷമെടുത്ത് കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ യേശു തമ്പുരാൻ്റെ കർത്തൃത്വം, ലോർഡ്ഷിപ്പ്, ഡൊമിനൂസ്, ആധിപത്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? എങ്ങനെയാണ് അവനതായത്? പിതാവിനോടുള്ള അനുസരണത്തിലൂടെ. ആ അനുസരണത്തിലൂടെ യേശു തമ്പുരാൻ നിറവേറ്റിയ ആ ശുശ്രൂഷയിലൂടെയാണ് യേശു തമ്പുരാൻ ലോകത്തിൻ്റെ കർത്താവായത്. അത് വാളിൻ്റെ കർത്തൃത്വമല്ല, ബോംബിൻ്റെ കർത്തൃത്വമല്ല, അധികാരത്തിൻ്റെ കർത്തൃത്വമല്ല, ദാസ്യത്വത്തിൻ്റെ, ശുശ്രൂഷയുടെ, കാലുകൾ കഴുകുന്നതിൻ്റെ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന കുരിശിൽ കിടന്നുകൊണ്ട് പോലും പറയുന്നതിൻ്റെ കർത്തൃത്വമാണ്. അപ്പോൾ ഭൂമിക്ക് മേൽ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്ന കർത്തൃത്വം എന്ന് പറയുന്നത് എന്താണ്? അത് വെട്ടി നശിപ്പിക്കുന്നതിൻ്റെ കർത്തൃത്വമല്ല. ഈ അന്തരീക്ഷം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി അന്തരീക്ഷം മുഴുവൻ മലീമസമാക്കുവാൻ അനുവദിക്കുന്നൊരു കർത്തൃത്വമല്ല. അത് മണ്ണും വെള്ളവും മുഴുവൻ വിഷം കലക്കി മലീമസമാക്കി തീർക്കാൻ അനുവദിക്കുന്നൊരു കർത്തൃത്വമല്ല. പിന്നെ എന്ത് കർത്തൃത്വമാണത്? അത് ദൈവം നൽകിയ സൃഷ്ടിയെ, ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ ഒരു കേടും കൂടാതെ പരിപാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് ചുമതലപ്പെട്ട് പരിശ്രമിക്കുന്നതിൻ്റെ കർത്തൃത്വമാണ്. യേശുക്രിസ്തു ദൈവം എന്താ പറഞ്ഞത് ആദാമിനോട്? യു ടിൽ ആൻഡ് കീപ് ദ ഗ്രൗണ്ട്. നീ ഉഴുക, കൃഷി ചെയ്യുക, അതിൽ നിന്ന് ഉപജീവിക്കുക. ടിൽ എന്ന് വെച്ചാൽ ഉഴുകുന്നതാണ്. ടില്ല നമുക്കൊക്കെ അറിയാവുന്ന ടിൽ ആൻഡ് കീപ്, സുരക്ഷിതമായി ഭൂമിയെ സൂക്ഷിക്കുക. ദൈവം വെച്ചൊരു ക്രമമുണ്ട് ഈ ലോകത്തിന്. ആ ക്രമത്തിന് മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. ഒരു താളമുണ്ട് ഈ ലോകത്തിന്. മഴയുടെ താളം, കാറ്റിൻ്റെ താളം, തിരകളുടെ താളം, ജീവശ്വാസങ്ങൾ, എല്ലാത്തിനും ഒരു താളമുണ്ട്. അത് തെറ്റിക്കാനായിട്ട് അധികാരമില്ല. നമ്മൾ ആധിപത്യമെടുത്ത് കീഴടക്കാൻ ശ്രമിച്ച, ചൂഷണം ചെയ്യാൻ ശ്രമിച്ച, സകലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എല്ലാം അവതാളത്തിലായി മരണത്തിൻ്റെ വാതിലിൻ്റെ മുന്നിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൽ മരണമല്ല, ജീവനാണുണ്ടായത്. അവിടെ കൽപ്പനയല്ല, കൊലപാതകമല്ല, അവിടെ ഉണ്ടായത് ശുശ്രൂഷയാണ്. ഈ കഷ്ടാനുഭാഴ്ചയിലെ പ്രാർത്ഥനയിൽ ഒരു ഗീതമുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഗുരുവും ശിഷ്യന്മാരും ആരെന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയുമായിരുന്നില്ല. എന്താ കാരണം? അവരെ ഇരിപ്പും നടപ്പും വേഷവും ഭാവവും കാണുമ്പോൾ ആരാണ് ഗുരു, ആരാണ് ശിഷ്യനെന്ന് അറിയാൻ പറ്റാത്ത വണ്ണം ഒരേപോലെ തുല്യരായിരുന്നു അവർ. അവൻ്റെ കർത്തൃത്വം, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്താണ്? അത് എല്ലാവരെയും ഉയർത്തി തൻ്റെ ഒപ്പമിരുത്തുന്ന കർത്തൃത്വമാണ്. ഏത് ചെറിയവൻ്റെയും കാലുകൾ കഴുകുന്ന കർത്തൃത്വമാണ്. ഏറ്റവും ചെറിയവൻ്റെ പോലും ശുശ്രൂഷ നൽകുന്ന കർത്തൃത്വമാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനോടും ക്ഷമിക്കുന്ന കർത്തൃത്വമാണ്. കരുതുന്ന കർത്തൃത്വമാണ്. കൈപിടിച്ച് നടത്തുന്ന കർത്തൃത്വമാണ്. എവിടെയാണ് നമ്മുടെ കർത്തൃത്വം, ലോർഡ്ഷിപ്പ്,
ഈ ഭൂമിയിൽ നടത്തുന്നതിൽ പരാജയപ്പെട്ടത്? നമ്മൾ യേശു തമ്പുരാൻ ജീവൻ നൽകുന്ന, സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന കർത്തൃത്വം നടത്തിയപ്പോൾ നമ്മൾ വൃക്ഷങ്ങളുടെ ജീവനെടുക്കുന്ന, മലകളുടെ ജീവനെടുക്കുന്ന കർത്തൃത്വമാണ്. നമ്മൾ നടത്തിയത് അന്തരീക്ഷത്തെ മലീമസമാക്കി സകലതിനെയും കൊല്ലുന്ന കർത്തൃത്വമാണ്. പർവ്വതങ്ങളെപ്പോലും തകർക്കുന്ന, പിടിച്ചു പറയട്ടെ അമിതമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ, വാരിയെടുക്കുന്നതിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ കർത്തൃത്വമാണ്. ഇല്ല, നമുക്ക് ഈ വാക്യം തിരിച്ചറിഞ്ഞ് വായിക്കണം. ദൈവം നമുക്ക് തന്ന കർത്തൃത്വം കർത്താവ് നിറവേറ്റിയ ശുശ്രൂഷയുടെ കർത്തൃത്വമാണ്. ശുശ്രൂഷ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഒരു വിശ്വാസിയാണെങ്കിലും, എന്നെപ്പോലൊരു പുരോഹിതനാണെങ്കിലും, ഒരു മഹാപുരോഹിതനാണെങ്കിലും ശുശ്രൂഷ നഷ്ടപ്പെടുമ്പോൾ അവന് കർത്തൃത്വമേ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം കർത്താവ് നൽകിയത് ശുശ്രൂഷയുടെ, പരിചരണത്തിൻ്റെ, ജീവൻ നൽകുന്നതിൻ്റെ, ജീവിപ്പിക്കുന്നതിൻ്റെ കർത്തൃത്വമാണ്. പ്രകൃതി നശിപ്പിച്ച് നമ്മൾ ദൈവകൽപ്പന ലംഘിച്ചു. ദൈവത്തിന് തെറ്റിയില്ല. ദൈവം നൽകിയത് ശരിയായ കൽപ്പനയാണ്. ആ കൽപ്പന മനസ്സിലാക്കാതെ ആധിപത്യത്തിൻ്റെ കർത്തൃത്വത്തിലേക്ക് നമ്മൾ പോയി. നമുക്ക് മടങ്ങി വരാം ശുശ്രൂഷയുടെ കർത്തൃത്വത്തിലേക്ക്, ജീവൻ നൽകുന്നതിൻ്റെ കർത്തൃത്വത്തിലേക്ക്, നന്മയുടെ കർത്തൃത്വത്തിലേക്ക്, കൂടെ ചേർക്കുന്ന കർത്തൃത്വത്തിലേക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തുതിയും. എല്ലാവർക്കും എൻ്റെ സ്നേഹം.